ഭ്രാന്തനാണ് പടച്ചോന്, വട്ടൂരികളുടെ പടച്ചോന്. ആ മുഴുഭ്രാന്താണ് പടച്ചോന്, വട്ടൂരികളുടെ പടച്ചോന്. നൗഷാദും കുഞ്ഞഹ്മദും ഉണ്ടാക്കിയതാ പടച്ചോൻ. മുമ്പിൽ ഇതിനെ സമർപ്പിക്കുന്നു, ദുരുപയോഗം ചെയ്യരുതേ എന്ന അപേക്ഷയോടുകൂടെ മാത്രം. കേട്ടല്ലോ, ദുരുപയോഗം ചെയ്യരുതേ എന്ന അപേക്ഷയോടുകൂടി മാത്രം. ഇവർ ആ ഒരു വ്യക്തിക്ക് മരിച്ചാലും സ്വൈരം കൊടുക്കൂല എന്ന് പറഞ്ഞ പോലെ കാട്ടിയാല് പിന്നെ നമ്മളിത് പറയാതെ വയ്യ. അപ്പൊ മടവൂരാണ് പടച്ചോന്, ഭ്രാന്തനാണ് പടച്ചോന്, വട്ടൂരികളുടെ പടച്ചോന്, മുഴുഭ്രാന്താണ് പടച്ചോന്. അതെ അതെ മടവൂരാണ്, മുഴുഭ്രാന്താണ് പടച്ചോന്, മുഴുഭ്രാന്താണ് പടച്ചോന്. പടച്ചോനും മടവൂരാണ്, ഓൽക്ക് സന്മാർഗം മടവൂരാണ്, ഓലെ നയിക്കുന്നതേ മടവൂരാണ്. ആരാണ് മടവൂര് എന്ന് നിങ്ങള് മടവൂര് പ്രദേശത്ത് പോയിട്ടൊന്ന് അന്വേഷിച്ചു. ഈ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് വിശ്വസിക്കാതിരിക്കുകയും വേറൊരു പടച്ചോനെ വിശ്വസിക്കുകയും ചെയ്യാന്ന് പറഞ്ഞാൽ എന്തായി? ഡബിളാണ്. അപ്പൊ ഇവരവസ്ഥ എന്താ? ഡബിൾ പുറത്താ. ഇവരവസ്ഥ എന്നല്ല, ഇത് ഇങ്ങനെ പാടുണ്ടെങ്കിൽ, ഇങ്ങനെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഇസ്ലാമിന് പുറത്താണോ ഇല്ല നിങ്ങൾ ചിന്തിച്ചു നോക്കുക. ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് വിശ്വസിക്കുന്നവൻ മുസ്ലിമാണ്. അല്ലാത്തവനെ സംബന്ധിച്ചിടത്തോളം അതിനപ്പുറത്തേക്ക് ലാ ഇലാഹ ഇല്ലല്ലാ, ലാ ഇലാഹ ഇല്ല അല്ലാ എന്നുള്ളത് മടവൂര് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ എന്തായി? അതാണ് പോലെ വിശ്വാസം. ഇപ്പൊ ഇതൊന്നും പറയാൻ ആഗ്രഹം ഉണ്ടായിട്ടല്ല, പാടാനും ആഗ്രഹം ഉണ്ടായിട്ടില്ല. ഭ്രാന്തനാണ് പടച്ചോന്, കുഴുവട്ടൂരിലെ പടച്ചോന്. ആ ഭ്രാന്തനാണ് പടച്ചോന്, വട്ടൂരികളുടെ പടച്ചോന്. നൗഷാദും കുഞ്ഞഹ്മദും ഉണ്ടാക്കിയതാ പടച്ചോന്. അങ്ങനെ തന്നെ അല്ലേ? അപ്പൊ നൗഷാദും കുഞ്ഞഹ്മദും അവന്റെ കൂട്ടാളികളും ഒക്കെ കൂടിയിട്ടുണ്ടാക്കിയ ഒരു പടച്ചോനാണ് ആര്? മടവൂര്. എന്നിട്ട് അതിനെങ്ങനെ എന്ത് ചെയ്യാ? മടവൂരിന് കുറെ പ്രത്യേകതകൾ ഉണ്ട് കേട്ടോ. ഞാനൊക്കെ അനുഭവിച്ച പ്രത്യേകതകൾ എന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെയാണ്. മടവൂര് കാഫില എന്ന് പറഞ്ഞിട്ട് കൊണ്ടുനടക്കുന്ന ഒരു ചങ്ങായി ഉണ്ട്. ഓനിന്റെ അടുത്ത് വന്നീനൊരിക്കൽ. അപ്പൊ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് കുറച്ച് ചരിത്രങ്ങളൊക്കെ. ഇതന്നെ, ഭ്രാന്തനാണ് പടച്ചോന്, കുരുവട്ടൂരിലെ പടച്ചോന്. അഭ്രാന്തനാണ് പടച്ചോന്, വട്ടൂരികളുടെ പടച്ചോന്. ഓക്കെ, ഇനിയിപ്പോ എപ്പിക്കാരാണ് പറയുന്നത് കേട്ടോ. എപ്പിക്കാരെ പറഞ്ഞോട്ടെ. കാരണം ഓലെ സ്ഥാപനത്തിൽ പഠിക്കുകയും ഉണ്ട് ഉറങ്ങി ജീവിക്കുകയും ചെയ്തിട്ട് അവർക്കെതിരെ പറഞ്ഞു തുടങ്ങി. പറയണം, കുറച്ചൊക്കെ പറയണം. കാരണം ഒരു കാലത്ത് ഇവരെ വായിലൂടെ മുജാഹിദുകൾക്കെതിരെ വാ തോരാതെ അസഭ്യം വിളിച്ചിരുന്ന ആളുകളാണ് എപ്പിക്കാര്. അപ്പൊ പിന്നെ കുറച്ചൊക്കെ കേൾക്കണല്ലോ. കേട്ടോട്ടെ, അർഹതക്കുള്ള അംഗീകാരം കിട്ടുന്നുണ്ട് എന്ന് വിചാരിച്ചാൽ മതി. പക്ഷെ അള്ളാഹുവിന് വേണ്ട കഴിവുകള് അള്ളാഹു എന്ന് പറയുന്ന ഏക ദൈവത്തിന് മാറ്റി നിർത്തിയിട്ട് അത് ബഹുദൈവാരാധനയിലേക്ക് പോകുക എന്ന് പറഞ്ഞാൽ അത് ഇസ്ലാമിൽ അംഗീകരിക്കപ്പെട്ട കാര്യമാണോ? മക്ക മുശ്രിക്കുകൾക്ക് പോലും അള്ളാഹുവിൽ വിശ്വാസം ഉണ്ടായിരുന്നു. ഏകദൈവം അള്ളാഹു മാത്രമാണെന്ന് അവർ വിശ്വസിച്ചിരുന്നു. ഇവരെ പോലല്ല. അവര് അള്ളാഹുവിലേക്ക് അടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ആരാധനകളും സഹായത്തേട്ടവും ബിംബങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവിടെ ബിംബം നേരെ കുത്തനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ബിംബം കിടത്തി വെച്ചു, അത്രേ ഉള്ളൂ. ഇവിടെ കിടത്തി വെച്ച ബിംബത്തിനോട് ആരാധിക്കുന്നു, അവിടെ കുത്തനെ വെച്ച ബിംബത്തിനോടും ആരാധിക്കുന്നു എന്ന് മാത്രം. അവരെക്കാൾ ഒന്നുകൂടി ഭയപ്പെടേണ്ടത് ഇവരാണോ എന്നുള്ള തോന്നലുണ്ട്. കാരണം ഇതാണുള്ള പാട്ടും കൂടി. എന്തായാലും ഇങ്ങനെയുള്ള വിശ്വാസങ്ങളൊക്കെ ശ്രദ്ധിച്ച്, ഇങ്ങനെയുള്ള വിശ്വാസങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുക? പഠിച്ച് മനസ്സിലാക്കുക എന്നുള്ളതാ. അല്ലാതെ ഒരു രക്ഷയില്ല. പാട്ട് നമുക്ക് പാടാം, വീണ്ടും പാടാം. പടച്ചോനാണ് മടവൂര് എന്നൊക്കെ പറഞ്ഞുണ്ടാക്കിയിട്ട് ഇത് പാടാൻ പാടില്ല. അത് വിശ്വാസവുമായി ബന്ധപ്പെടുത്തുമ്പോൾ നിങ്ങളത് ആലോചിച്ച് നിങ്ങൾ തന്നെ കിടന്നുറങ്ങുമ്പോൾ ഒന്ന് ആലോചിക്കുക, ആരാണ് പടച്ചോന്, ഞാൻ ഇപ്പൊ എന്താ പാടിയെന്ന് ആലോചിക്കുക. മുസ്ലിം ആണെങ്കിൽ ഈ
ഈമാനോട് കൂടി ജീവിച്ച് ഈമാനോട് കൂടി മരിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്യാം. ഇല്ലെങ്കിൽ ഇങ്ങനെ പാടാം. ഭ്രാന്തനാണ് പടച്ചോന് കുരുവട്ടൂരിലെ പടച്ചോന്, ആ മുഴി ഭ്രാന്താണ് പടച്ചോന് വട്ടൂരികളുടെ പടച്ചോന്, നൗഷാദും കുഞ്ഞയ്മതും ഉണ്ടാക്കിയതാ പടച്ചോന്. അതിങ്ങനെ പാടാം കേട്ടോ, അതിന് കുഴപ്പമൊന്നുമില്ല, അതെല്ലാവർക്കും പാടാൻ പറ്റും. നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളും നമ്മൾ എന്ത് ചെയ്യുക, ഞാൻ ഈ പാടിയ വരികളും കൂടി എന്ത് ചെയ്യുക, നിങ്ങളെ പാട്ടിലേക്ക് ആഡ് ചെയ്താൽ ആ പാട്ട് വളരെ ഗംഭീരമാവും, ഒന്നുകൂടി റീച്ച് കിട്ടുന്ന ഒരു പാട്ടായിട്ട് മാറും. കാരണം നിങ്ങൾ പല്ലവി പാടുന്നു, ഞാൻ അനുപല്ലവി പാടുന്നു, നിങ്ങൾ പല്ലവി പാടുന്നു, ഞാൻ അടുത്ത് പാടുന്നു. ഭ്രാന്തനാണ് പടച്ചോന് വട്ടൂരികളുടെ പടച്ചോന്, ആ മുഴു ഭ്രാന്താണ് പടച്ചോന് വട്ടൂരികളുടെ പടച്ചോന്, നൗഷാദും കുഞ്ഞയ്മതും ഉണ്ടാക്കിയതാ പടച്ചോൻ. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം.